നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. വയനാടും ചേലക്കരയും വീർപ്പുമുട്ടുകയാണ്. വയനാട്ടിൽ എല്ലാവരും പറയും അതിനകത്തൊന്നും പറയാനില്ല, വിജയം ഉറപ്പാണ് കോൺഗ്രസിൻ്റെ. ശരിയാണ്. കോൺഗ്രസിൻ്റെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയം ഉറപ്പുള്ള കേരളത്തിലെ ഏക പാർലമെൻറ്റ് മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിരവധി ഭൈമീകാമുകന്മാർ ഉള്ള മണ്ഡലം കൂടിയാണത്. പക്ഷേ 2019 രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടി വയനാടിന് പിന്നെ കോൺഗ്രസിലെ ആരും നോട്ടമിട്ടിട്ടില്ല. 2024 രാഹുൽ ഗാന്ധി തുടർന്നു. പക്ഷേ അദ്ദേഹത്തിന് റായ്ബറേലിയിലേക്ക് അവിടെ വിജയം ഉറപ്പായതുകൊണ്ട് വയനാട് ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ ഇറക്കി ഇനിയിപ്പോൾ നെഹ്റു കുടുംബത്തിന് മുഴുവനായിട്ട് പാർലമെൻറ്റിൽ ഇരിക്കാനുള്ള ഒരു വ്യാമോഹമാണ്. അതെന്തായാലും അത് സഫലമാകും. പക്ഷേ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം ഇക്കുറി നേടാൻ പോകുന്നില്ല പ്രിയങ്ക ഗാന്ധി. കാരണം ഈ വഖഫ് ബോർഡ് പ്രശ്നം തന്നെ അതിനകത്തൊരു പ്രധാന കാര്യമാണ്. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നല്ലൊരു പങ്ക് മുസ്ലിം വോട്ടർമാരാണ്. അതുകൊണ്ട് മുസ്ലിം വിഭാഗത്തിലുള്ള വോട്ടർമാർ തിരിയും എന്നുള്ളത് ഉറപ്പാണ്. കൂടാതെ LDFിൻ്റെ സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയാണ്. CPIയിലെ സമുന്നതനായ നേതാവാണ്. NDAയുടെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസാണ്. നവ്യ ഹരിദാസും BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും. അതുപോലെ ആനി രാജ 2024 തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നമ്മുടെ സത്യൻ മൊകേരിയും നേടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുന്നു എന്നുള്ളതാണ്. ഇനി ചേലക്കരയിലേക്ക് വന്നാലോ, ചേലക്കര LDF 99 മുതൽ തന്നെ ഏതാണ്ട് അവർക്കൊരു ഉറച്ച മണ്ഡലമായിട്ട് നിൽക്കുന്നതാണ്. അതാണ് അവരുടെ ആത്മധൈര്യം. പക്ഷേ അവർക്ക് പ്രതികൂല ഘടകങ്ങൾ നിരവധിയുണ്ട്. അതുകൊണ്ടവർ അല്പം അങ്കലാപ്പിലുമാണ്. പ്രതികൂല ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ നിൽപ്പുണ്ട്. 2 PP ദിവ്യ പ്രശ്നം. അതുപോലെ തന്നെ 3 പാലക്കാടുണ്ടായ റെയ്ഡ് വിവാദം. ഇങ്ങനെ നിരവധി പ്രതികൂല ഘടകങ്ങൾ നിൽക്കുകയാണ്. പിന്നെ അവർ ഒരു അനുകൂല ഘടകമായിട്ട് കാണുന്നത് 2016 LDFിൻ്റെ UR പ്രദീപ് കുമാറാണ് അവിടെ നിന്ന് വിജയിച്ച് നിയമസഭയിലെത്തിയത്. അദ്ദേഹത്തിന് ഒരു മണ്ഡലത്തിൽ ഒരു പ്രതിച്ഛായയുണ്ട്. രാധാകൃഷ്ണൻ ഉള്ളതുപോലെ തന്നെ ഒരു പ്രതിച്ഛായ പ്രദീപ് കുമാറിനുമുണ്ട്. അതുകൊണ്ട് വിജയം ഉറപ്പാക്കാൻ കഴിയും എന്നവർ കരുതുന്നു. കൂടാതെ രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ട്, അതായത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പോയിട്ട് പാട്ടും പാടി പോയതല്ലേ. പാട്ടും പാടി തന്നെ പാർലമെൻറ്റിൽ ഇരുന്നാൽ കാര്യമുണ്ടോ? മണ്ഡലത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കണ്ടേ? മണ്ഡലത്തിനെ വേണ്ടത്ര തരത്തിൽ പരിഗണിച്ചില്ല. അതുകൊണ്ട് അത് രമ്യയ്ക്കിവിടെ അതൊരു പ്രതികൂലമായി മാറുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് രാധാകൃഷ്ണനാണ് രമ്യയെ പരാജയപ്പെടുത്തിയത്. പക്ഷേ രാധാകൃഷ്ണന് ആലത്തൂർ മണ്ഡലത്തിൽ 5000-ലധികം വോട്ടേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് കോൺഗ്രസ് അല്പം ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. പിന്നീട് ഏക വനിതയുമാണല്ലോ അവിടെ മത്സരിക്കുന്നത് എന്നുള്ളതും കണക്ക് കൂട്ടുന്നു. പക്ഷേ NDAയുടെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ തിരുവല്ലാമല പഞ്ചായത്ത് BJPയാണ് ഭരിക്കുന്നത്. ആ പഞ്ചായത്ത് പിടിച്ചടക്കാൻ നേതൃത്വം നൽകിയ ഒരു നേതാവാണ് ബാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ ബാലകൃഷ്ണൻ അവിടെ മണ്ഡലത്തിൽ നല്ല ഒരു പ്രതിച്ഛായയുണ്ട്. അത് BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാരണങ്ങളാൽ LDF അല്പം പരുങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കണം. പക്ഷേ LDFന് ഈ മണ്ഡലം കൈവിട്ടു പോയാൽ അത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് വ്യക്തമാകും. പക്ഷേ ഇനിയിപ്പോൾ LDF വിജയിച്ചാലും അവർ കരുതും
LDF കരുതും ഇത് ഭരണത്തിനുള്ള അംഗീകാരമായിട്ട് അവർ കാണും. പക്ഷേ അതൊരു ഭരണത്തിനുള്ള അംഗീകാരമായിട്ടല്ല കാണുന്നത്, പ്രദീപ് കുമാറിൻ്റെ ഒരു കഴിവായിട്ട്. പിന്നെ കോൺഗ്രസിൻ്റെ ശക്തയായ സ്ഥാനാർത്ഥിയല്ല, അതുകൊണ്ടും പ്രദീപ് കുമാർ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ചേലക്കര LDF ജയിച്ചു, ഇപ്പോൾ പാലക്കാട് UDF വിജയിച്ചു, വയനാട് പിന്നെ നമുക്കങ്ങ് മാറ്റി നിർത്താം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമനിലയിൽ കാര്യങ്ങൾ പോവുകയും ചെയ്യും. ആർക്കും നേട്ടവുമില്ല കോട്ടവുമില്ലാത്ത സ്ഥിതിയിലേക്ക് പോകും. ഇനി ചേലക്കര നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിനകത്ത് LDFിൽ ഉണ്ടാകാൻ പോകുന്ന പൊട്ടിത്തെറി, കാരണം പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനമൊക്കെ CPMൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വ്യക്തമായിട്ടിത് പ്രതിഫലിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിജയനെതിരെ ശക്തമായി ആഞ്ഞടിക്കുന്നുണ്ട്. PP ദിവ്യ വിഷയം തന്നെ വളരെ സജീവമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചേലക്കര മണ്ഡലത്തിലെ വിജയം നിർണായകമാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. എന്തായാലും നമുക്ക് എന്തായിരിക്കും അവിടെ നിന്ന് തെളിയാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം.